ഹജ്ജിന് പോകുന്ന യാത്രക്കിടെ ഒരിക്കൽ അബ്ദുല്ലാഹിബിന് മുബാറക് റളിയല്ലാഹു അൻഹു കൂഫയിലിറങ്ങി. അവിടെ വെച്ചൊരു സ്ത്രീയെ കാണാനിടയായി. വേസ്റ്റ് കുഴിയുടെ അടുത്ത് നിന്ന് ഒരു താറാവിന്റെ തോല് പൊളിക്കുന്നതാണ് മഹാനവറുകൾ കണ്ടത്. മഹാൻ ചോദിച്ചു, സഹോദരി, ഇത് അറുത്തതാണോ അതോ ചത്തതാണോ? ചത്തതാണ്, എനിക്കും എൻ്റെ കുടുംബത്തിനും ഭക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണിത്, ആ സ്ത്രീയുടെ മറുപടിയായിരുന്നു. അള്ളാഹു ശവം ഭക്ഷിക്കുന്നത് നിഷിദ്ധമാക്കിയിട്ടുണ്ടല്ലോ, നിങ്ങൾ ഈ നാട്ടുകാരിയാണോ? ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നും പോവുക, ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്തരുത്. എന്നാൽ മഹാനവറുകൾ ആ സ്ത്രീയുടെ വീട് മനസ്സിലാകുന്നതുവരെ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അവിടെ നിന്നും പിരിഞ്ഞുപോയതിനു ശേഷം ഒരു കഴുതപ്പുറത്ത് ആ സ്ത്രീയുടെ പിറകെ കുറെ ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളുമൊക്കെയായി ആ സ്ത്രീയുടെ വീട്ടിലേക്ക് ചെന്ന മഹാനവറുകൾ വാതിലിൽ മുട്ടി. വാതിൽ തുറന്നപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് പറഞ്ഞു, ഈ കഴുതയും അതിന്റെ മുകളിലുള്ള എല്ലാം നിങ്ങൾക്കുള്ളതാണ്. ഹജ്ജിന് വേണ്ടി കരുതി വെച്ചിരുന്ന സമ്പത്തെല്ലാം ആ സ്ത്രീക്ക് മഹാനവറുകൾ ദാനം ചെയ്തു. ഹജ്ജൊന്നും ചെയ്യാതെ തന്നെ മഹാനവറുകൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടുകാർ ഓരോരുത്തരും വന്ന് ഹജ്ജ് കഴിഞ്ഞു വന്ന മഹാനെ ആശീർവദിക്കാൻ തുടങ്ങി. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ഈ വർഷം ഹജ്ജ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെയുള്ള ചിലർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾ അറഫയിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ചെലവ് നിങ്ങളെ ഏൽപ്പിച്ചതല്ലേ? ഇന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് വെള്ളം തന്നില്ലേ? എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന വസ്തു നിങ്ങൾ വാങ്ങി തന്നില്ലേ? ഇതൊക്കെ കേട്ട മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കൊല്ലം ഞാൻ ഹജ്ജിന് പോയിട്ടില്ല. അന്നു രാത്രി മഹാനവറുകൾ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഒരാൾ വന്നു. അബ്ദുല്ലാഹിബ്നുൽ മുബാറക്, നിങ്ങളുടെ രൂപത്തിൽ നിങ്ങൾക്ക് പകരം ഹജ്ജ് ചെയ്യാൻ അള്ളാഹു ഒരു മലക്കിനെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരെ, നമ്മുടെ ദാനകർമ്മം കൊണ്ട്, നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, മറ്റൊരാളെ നാം സഹായിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിലാണ് നമ്മുടെ സഹായമെങ്കിൽ, അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചാണ് നമ്മുടെ സദഖയെങ്കിൽ, നാം അപരനെ സഹായിക്കുന്നതെങ്കിൽ അള്ളാഹു നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. നമ്മുടെ ചുറ്റുമുള്ള അയൽവാസികൾ, അവർ പട്ടിണിയിലാണോ അവർ പ്രയാസത്തിലാണോ എന്ന് അന്വേഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അവർക്കുള്ള പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുക എന്നത് മുഅ്മിനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നാം ചെയ്തു കൊടുക്കണം. അപ്പോഴേ അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ കാരുണ്യവും നമുക്ക് കിട്ടുകയുള്ളൂ. ജനങ്ങളോട് കരുണ കാണിക്കാത്തവൻ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി അവൻ്റെ ത്വാഅത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.